അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 62 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിനു മുന്നിൽ അടിയറവ് പറയുകയാണ് ട്രംപ്. തന്റെ സൈനികരെ പിൻവലിക്കാനുള്ള നീക്കം നടത്തുന്നു. ഹോർമുസ് കടലിടുക്കില് കപ്പലുകൾ പിൻവാങ്ങുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പിൻവാങ്ങലാണ്. പിന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യാധുനികവും കരുത്തുറ്റതുമായിട്ടുള്ള യുദ്ധക്കപ്പൽ അമേരിക്കൻ നാവിക ശക്തിയുടെ അവസാന വാക്ക് USS ജെറാൾഡ് ആർ ഫോർഡ് ഒടുവിൽ പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം യുദ്ധം തുടങ്ങിയ സമയത്ത് തൊട്ട് ഈ കപ്പൽ നങ്കുരമിട്ടിരുന്നു. $13 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം ചെലവിട്ട് നിർമ്മിച്ച ഈ ഒരു ഭീമൻ കപ്പൽ ഒരു കാലത്ത് സമുദ്രങ്ങളിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. എന്നാൽ അത് മാറി. ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഇറാനുമായിട്ടുള്ള കൊടിയ ശത്രുതയ്ക്കിടയിൽ മാസങ്ങളോളം കടലിൽ തമ്പടിച്ച ഈ ഒരു പടക്കപ്പലിനൊടുവിൽ മടങ്ങേണ്ടി വരുന്നത് ശത്രുവിന്റെ പ്രഹരം കൊണ്ടല്ല, മറിച്ച് സ്വന്തം സാങ്കേതിക വിദ്യയിലെ പാളിച്ചകൾ കൊണ്ടാണ്. സാങ്കേതിക വിദ്യയുടെ അത്ഭുതം എന്ന് പെന്റഗൺ കൊട്ടിയാഘോഷിച്ച ഈ ഒരു വിമാനവാഹിനി കപ്പലിനെ വിടാതെ പിന്തുടരുന്ന മെക്കാനിക്കൽ തകരാറുകളും പ്രവർത്തനാപരമായിട്ടുള്ള വെല്ലുവിളികളും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പരിമിതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു വശത്ത് ഇറാൻ കരുത്താർജിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ പതനമാണ് കാണുന്നത്. പ്രതിരോധത്തിന്റെ മറുപുറത്ത് അമേരിക്കയുടെ ഈ ഒരു അതിമാനുഷിക കപ്പൽ ദൗത്യം പൂർത്തിയാകാനാവാതെ മടങ്ങുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ 309 ദിവസത്തെ വിന്യാസം ഈ കപ്പലിന് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു യുദ്ധമേഖലയിൽ നീണ്ടു നിൽക്കുന്ന സാന്നിധ്യം നിലനിർത്തുക എന്നത് സൈനികമായിട്ട് ശക്തിയുടെ അടയാളമായിരിക്കാം. എന്നാൽ അതിന്റെ പിന്നിൽ സാങ്കേതിക സംവിധാനങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം അത്യന്തം വലുതാണ്. 2026 മാർച്ചിലുണ്ടായ തീപിടുത്തം നിരവധി നാവികർക്ക് പരിക്കേൽക്കുകയും നൂറുകണക്കിന് ആളുകളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം ഈ ഒരു സമ്മർദ്ദത്തിന്റെ ദൃശ്യമായിട്ടുള്ള ഉദാഹരണമാണ് എടുത്തു കാണിക്കുന്നത്. എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് മറ്റൊരു കാര്യം. മറിച്ച് തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെറിയതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ നീണ്ടു നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ പിന്മാറാനുള്ള കാരണം. എന്തായാലും കപ്പലിലെ ശുചിത്വ സംവിധാനങ്ങളിലെ തകരാറുകൾ, മലിനജല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ എന്നിവയെല്ലാം ചേർന്ന് ഒരു വലിയ മാനസിക ശാരീരിക സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചില നാവികർക്ക് ഉറങ്ങാൻ പോലും യോജിച്ച ഇടമില്ലാതെ നിലത്തും ഇടനാഴികളിലും കഴിയേണ്ടി വന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അത്യാധുനിക യുദ്ധക്കപ്പലുകളിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എത്രത്തോളം ദയനീയമാണെന്ന്. സാങ്കേതിക പുരോഗതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയൊരു വിടവ് ഇതിലൂടെ തന്നെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ലോകത്തിനു മുന്നിൽ അത്യാധുനിക കപ്പൽ ഇന്ന് പിൻവാങ്ങി ഏറ്റവും ഒരു പഴഞ്ചൻ കപ്പൽ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട യാതൊരു ശേഷിയും ഇല്ലാത്തൊരു കപ്പൽ എന്നാണ് ഇപ്പോൾ ഇതിനെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പെന്റഗൺ നടത്തിയ പരീക്ഷണ വിലയിരുത്തലുകൾ പോലും ഈ ഒരു കപ്പലിന്റെ യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിലെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉറപ്പില്ല എന്നതാണ് കാണിക്കുന്നത്. വിമാന വിക്ഷേപണ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആയുധ എലിവേറ്ററുകൾ, റഡാർ സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ സ്ഥിരതയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള കാരിയർ എന്ന വിശേഷണം ലഭിച്ചിരുന്ന ഒരു കപ്പൽ പോലും യുദ്ധകാല ഉപയോഗത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നത് അത് അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ഇന്ന് അമേരിക്കയുടെ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇത്തരം പശ്ചാത്തലത്തിൽ USS ജോർജ് H.W. ബുഷ് എന്ന് പറയുന്ന കപ്പലും ഇപ്പോഴും വിന്യാസത്തിൽ തുടരുന്നുണ്ട് എങ്കിലും ഈ ഫോർഡിന്റെ പിൻവാങ്ങൽ ഉടനടി സൈനിക പ്രതികരണ ശേഷിയെ ബാധിക്കുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ അവിടെ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തകൾ. ഇത്തരം കപ്പലുകൾ ഇതിനു മുമ്പും ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ
മുതൽ ഇറാന്റെ തീരത്ത് നങ്കുരമിട്ടതായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറാനെ വിഴുങ്ങും, ഞങ്ങളിപ്പോൾ ഇറാനെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയൊരു സന്നാഹവും പടക്കപ്പലുകളും ഒക്കെ ആയിട്ട് അമേരിക്ക ഇറാന്റെ തീരത്ത് നങ്കുരമിട്ടിരുന്നത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എബ്രഹാം ലിങ്കൻ പോയിരുന്നു, അവിടെ നിന്ന് പിൻവാങ്ങിയിരുന്നു. അവിടെയും ചെറിയ രീതിയിലുള്ള തകരാറുകൾ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഇറാൻ വാദിക്കുമ്പോഴും അമേരിക്ക അതിനെ ശരിവെക്കാതെ അത് വേറെ രീതിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലേക്കാണ് അമേരിക്ക മുൻതൂക്കം നൽകിയത്. അത്തരം കാരണങ്ങളാലല്ല ഞങ്ങൾ അവിടുന്ന് കപ്പൽ മാറ്റുന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വെച്ചടി താഴ്ചയിലേക്കാണ് ഈ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയ വീരവാദങ്ങൾ മുഴക്കി അത്യാധുനിക ശക്തി അല്ലെങ്കിൽ ആയുധങ്ങൾ, കപ്പലുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അമേരിക്ക വാദിക്കുമ്പോഴും ഇറാന്റെ ഈ പറയുന്ന ഈ ആയുധങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഇറാന്റെ നയതന്ത്രങ്ങൾക്ക് മുന്നിലോ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ പടക്കപ്പലുകളൊക്കെ ഇത്തരം രീതിയിൽ ആകെ ശോഷിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ആ പടക്കപ്പലിലുള്ള അവിടുത്തെ സൈനികരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമാണ്. അവർ തന്നെ എങ്ങനെയൊക്കെയാണോ അതിനകത്ത് കഴിയുന്നത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, അത്രയും സുരക്ഷയില്ലാത്ത ഒരു കപ്പലിനകത്താണ് ആ സൈനികർ കഴിയുന്നത്. അപ്പോൾ അവർക്കും ഈ മാനസികമായിട്ട് വലിയൊരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ ലോകത്തിന് മുന്നിൽ കപ്പൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇപ്പോൾ തീർക്കും, ഞങ്ങളുടെ കപ്പലിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇതിനോടകം തന്നെ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു കുറവ് കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ നാവികസേനയുടെ മുഴുവൻ കാരിയർ കപ്പൽ പടയിലും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രകടമാകുന്നത് കൂടുതൽ ആശങ്കാജനകമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ USS ജോൺ സി സെന്നിന്റെയും അറ്റകുറ്റപ്പണികൾ കാലതാമസം നേരിടുകയും ചെലവ് കുത്തനെ ഉയരുകയും ചെയ്തിരിക്കുമ്പോൾ USS ഹാരി എസ് ട്രൂമാൻ ഉടൻ തന്നെ ദീർഘകാല നവീകരണത്തിലേക്ക് കടക്കും. ഇത് രണ്ടും ഒരു പടക്കപ്പലുകളാണ്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ പഴക്കമേറിയ മറ്റൊരു പടക്കപ്പലുണ്ട്, USS നിമിറ്റ്സ് വിരമിക്കൽ എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ സജീവ സേവനത്തിലുള്ള കാരിയറുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യത ഉയർന്നു വരുന്നുണ്ട്. നിയമപരമായിട്ട് 11 കാരിയറുകൾ നിലനിർത്തേണ്ട സാഹചര്യത്തിൽ പോലും ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നത് അടുത്ത കാലത്ത് പ്രയാസകരമാകുമെന്ന മുന്നറിയിപ്പുകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി കേവലം ഒരു യന്ത്ര തകരാറുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം. ഇനി USS ജോർജ് വാഷിംഗ്ടണിൽ പോലുള്ള കപ്പലുകളിൽ നാവികർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ അവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ തെളിവാണ്. ഇതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ദീർഘകാലം വീടും കുടുംബവുമായിട്ട് അകന്നു കഴിയേണ്ടി വരുന്നത് നാവികരെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ കപ്പലിലെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു രാജ്യം എത്ര വലിയ സൈനിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെയുള്ള സൈനികരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യം എത്രത്തോളം സുരക്ഷിതമാണെന്ന ഗൗരവപരമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുകയാണ്, അത്തരം ചോദ്യങ്ങളിൽ മറുപടി പറയാതിരിക്കുകയാണ് ട്രംപ്. എന്തായാലും മുഴുവൻ സാഹചര്യവും ചേർന്ന് നോക്കുമ്പോൾ അമേരിക്കയുടെ നാവിക ശക്തി ഒരു വഴിത്തിരിവിലാണ് എന്നത് വ്യക്തമാണ്. സാങ്കേതികമായിട്ട് അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിലും അവയുടെ പരിപാലന ചെലവും പ്രവർത്തനാപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ദീർഘകാല യുദ്ധ സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക ചെലവ്, ഇനി മനുഷ്യ വിഭവശേഷിയിലെ ക്ഷീണം, സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് ഈ ഒരു പ്രതിസന്ധി രൂപപ്പെടാൻ കാരണമായിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ USS ജെറാൾഡ് ആർ ഫോർഡിന്റെ പിൻവാങ്ങൽ ഒരു ഒറ്റപ്പെട്ട സൈനിക സംഭവമല്ല. അതൊരു വലിയ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ പോലും ദീർഘകാല സംഘർഷങ്ങളുടെ ഭാരത്തിൽ ക്ഷീണിക്കാമെന്ന സത്യമാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഈ ഒരു സംഭവം ഒരു കപ്പലിന്റെ പരാജയം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി പ്രതിസന്ധികളുടെയും സൈനിക തന്ത്രങ്ങളുടെയും പരിമിതികളെ കുറിച്ചുള്ള ഒരു ശക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും യുദ്ധം അതികഠിനമായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ആകെ പരാജയത്തിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അമേരിക്കയുടെ ഇത്തരം കപ്പലുകൾ പിൻവാങ്ങുന്നത് ഹോർമുസിൽ വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസിലെ എന്തായാലും ഉപരോധം തുടരുന്നുണ്ട് എങ്കിലും ഇത്തരം പിൻവാങ്ങൽ ഒരു സമാധാനത്തിനാണ് വഴിവെക്കുന്നത് എന്നാണ് പശ്ചിമേഷ്യ ചിന്തിക്കുന്നത്. എന്നിരുന്നാലും ഇറാൻ തന്റെ നീക്കങ്ങളുമായിട്ടും അല്ലെങ്കിൽ
ഇടപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം ഫലം ചെയ്യുമെന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഹോർമുസിൽ വളരെ ഉപരോധം കടുത്തിരിക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് അവിടെ ഒരു ആശ്വാസമുണ്ട്. നമുക്കറിയാം ഈ ഇന്ത്യൻ ജീവനക്കാരുൾപ്പെട്ട ഒരു ടാങ്കർ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. LPG സൂപ്പർ ടാങ്കർ സർവ്വശക്തിയാണ് ശനിയാഴ്ച ഹോർമുസ് കടന്നത്. എന്തായാലും 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് കപ്പലിന്റെ യാത്ര എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കപ്പലിന്റെ സഞ്ചാരം എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നിർണായകമാണ്. മറൈൻ ട്രാഫിക് .com നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 3 UAE നിന്ന് പുറപ്പെട്ട കപ്പൽ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് മുതൽ പേർഷ്യൻ ഉൾക്കടലിലായിരുന്നു. ഇറാനും ഒമാനും മുസന്തം ഉപദ്വീപിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗം പിന്നിട്ട് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കപ്പലിലെ ചരക്ക് വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടകം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അവിടെ ഇപ്പോഴും 10,000-കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും കമ്പനി ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഒരു കപ്പൽ വന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഒട്ടേറെ കപ്പലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട് എങ്കിലും അമേരിക്ക ഇറാനെതിരെ നടപടി കടുപ്പിച്ചതിനു ശേഷം ഹോർമുസ് കടക്കുന്ന ഈ കപ്പൽ എന്നതാണ് സർവ്വശക്തിയെ വ്യത്യസ്തമാക്കുന്നത്. ഏപ്രിൽ 13 അമേരിക്ക ഈ ഒരു കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണ് ഇത്. മാത്രമല്ല USS ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കുന്ന സമയത്താണ് സർവ്വശക്തി ആ ഒരു കടലിടുക്ക് കടന്നു വന്നത്. തുടർച്ചയായിട്ടുള്ള ഉപരോധങ്ങളും മറ്റ് അനിശ്ചിതത്വങ്ങളും ഹോർമുസിലൂടെയുള്ള ഗതാഗത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. സൈനിക ഭീഷണി അടക്കം ഉയർന്നതോടെ പല കപ്പലുകളും യാത്രയിൽ നിന്ന് പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ ഇന്ത്യ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരും 2ാമത്തെ വലിയ LPG ഉപഭോക്താക്കളും എന്ന നിലയിൽ പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തുണ്ടാക്കിയ ആശങ്ക ചെറുതായിരുന്നില്ല. ഇത് മറികടക്കാനും LPG കപ്പലുകൾ തടസ്സമില്ലാതെ എത്തുന്നു എന്ന് ഉറപ്പാക്കാനും ഇന്ത്യൻ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നു. എന്തായാലും രാജ്യത്തെ തുറമുഖങ്ങളിൽ LPG ടാങ്കറുകൾക്ക് മുൻഗണന നൽകാനും തുറമുഖങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. കടലിടുക്കിൽ പ്രവേശിച്ച ഇന്ത്യൻ കപ്പലിന് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധമുള്ള ദേശ് ഗരിമ എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറിന് ട്രാൻസ്പോണ്ടർ ഓഫാക്കി രഹസ്യമായിട്ട് കടന്നുപോകാൻ കഴിഞ്ഞിരുന്നു. ടെഹ്റാനുമായിട്ട് നേരിട്ടുള്ള ചർച്ചകളിലൂടെ 8 LPG കാരിയറുകളെ കടത്തിവിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു കപ്പൽ കൂടി കടലിടുക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഉപരോധങ്ങളൊക്കെ നടക്കുമ്പോഴും ഇത്തരം കടലിടുക്ക് വഴി പുറത്തേക്ക് വരുന്ന ഒരു ശക്തി എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ ഇന്ത്യക്ക് ആശ്വാസമായിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോഴും ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം.